അപ്പം നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതാണ്? ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തായിരുന്നു ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിൽ നമ്മൾ ഏത് ഓപ്പറേഷന് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു പുതിയ നമ്പർ കിട്ടി. ഈ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡിവിഷൻ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? പുതിയൊരു നമ്പർ കിട്ടി. ഈ നമ്പർ ഇപ്പോൾ എയും ബിയും നാച്ചുറൽ നമ്പർ ആണെങ്കിൽ സി ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ക്ലോഷർ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നു. ഇനി എയും ബിയും എന്താണ്? ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് എയും ബിനെ ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ഒക്കെ ഇൻറ്റിജറാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെയും ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതും ഒരു നാച്ചുറൽ നമ്പറോ, നമ്മൾ എയും ബിയും നാച്ചുറൽ നമ്പറാണ്, രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെയും ക്ലോഷർ പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ സഹിതം കഴിഞ്ഞ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റിവിറ്റി ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഓവർ. നമ്മളിതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി. എവിടെ സെക്കൻഡ് പ്രോപ്പർട്ടി? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റിവിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് നോക്കാം. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് വെച്ചാൽ സംഭവം ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ അഡീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ, അതിന് നമ്മൾ ബി എന്ന് പറയുന്ന മറ്റൊരു നാച്ചുറൽ നമ്പർ വെച്ചിട്ട് ആഡ് ചെയ്തു. കിട്ടുന്നത് ഈക്വൽ ടു തിരിച്ചും ബി എന്ന് പറയുന്ന ഈ നമ്പറിനെ തിരിച്ച് എ വെച്ച് ചെയ്താലും സെയിം നമ്പർ തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പറയാം അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ഒരു വോൾ നമ്പറാണ്, അതിനോട് കൂടി നമ്മൾ 0 ആഡ് ചെയ്തു. 0 മറ്റൊരു വോൾ നമ്പർ അല്ലേ? ഇതുപോലെ തന്നെ നമുക്ക് ഇതിനെ നമുക്ക് തിരിച്ചും പറഞ്ഞൂടെ, 0 + 1 എന്ന് പറഞ്ഞൂടെ. അപ്പോൾ 1 + 0ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ 0 + 1ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 1 = 1. ഓക്കെ അല്ലേ? വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നെക്സ്റ്റ് എക്സാമ്പിൾ, 2 ഒരു വോൾ നമ്പർ +3 ആഡ് ചെയ്തു. എത്ര നമുക്ക് കിട്ടി? 5 എന്ന് കിട്ടി. അതുപോലെ തന്നെ 3 ഒരു വോൾ നമ്പർ +2 ആഡ് ചെയ്താൽ നമുക്ക് 5 എന്നല്ലേ കിട്ടുക. അപ്പം നമുക്ക് പറഞ്ഞൂടെ 2 + 3 = 3 + 2 എന്ന് ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ അല്ലേ? നമുക്ക് രണ്ട് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ആഡ് ചെയ്താലും നമുക്ക് റിസൾട്ട് എന്താണ് കിട്ടുക? ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുക. സെറ്റല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നമ്മൾ അഡീഷൻ്റെ കേസാണ് പറയുന്നത് കേട്ടോ. ഈ 5 + 10 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ 5 + 10 എത്രയാണ്? 15. തിരിച്ച് ചെയ്താലോ 10 + 5 തന്നെയാണ് 15 ആണ്. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ 5 + 10 = 10 + 5 എന്ന്. സോ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, ഇവിടെ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ആയിട്ട് ക്ലാഷ് ആവരുത്. ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ എന്താ പറഞ്ഞത്? അഡീഷൻ്റെ കേസിൽ 2 എന്ന് പറഞ്ഞത് ഒരു വോൾ നമ്പറാണ്. അതുപോലെ തന്നെ 3 എന്ന് പറഞ്ഞതും ഒരു വോൾ നമ്പറാണ്. 2 + 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടും. 5ഉം എന്താണ്? വോൾ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ് ചെറുതായിട്ടൊരു മാറ്റിയുള്ളൂ. 2 + 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 + 2 എന്നും എഴുതാൻ പറ്റും. രണ്ടിൻ്റെയും വാല്യൂ ഒന്ന് തന്നെയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്, അല്ലെങ്കിൽ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് സബ്സ്ട്രാക്ഷൻ്റെ കേസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ എക്സാമ്പിൾ നോക്കാം. വേറൊരു കളർ ചൂസ് ചെയ്യാം അല്ലേ? ഓക്കെ. സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ രണ്ട് നമ്പേഴ്സ്, 5 എന്ന് പറഞ്ഞൊരു വോൾ നമ്പർ -3 എന്ന് പറയുന്ന വോൾ നമ്പർ = നമുക്ക് എന്ത് കിട്ടി? 5 - 3 = 2. ഇനി തിരിച്ച് 3 - 5 നമുക്ക് വാല്യൂ എന്താണ്? -2. 2ഉം -2ഉം ഈക്വൽ ആണോ? അല്ല. അപ്പം നമുക്ക് പറയാം എങ്ങനെ? 5 - 3 നോട്ട് ഈക്വൽ ടു 3 - 5. നമുക്ക് ഈക്വൽ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഈക്വൽ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സെറ്റല്ലേ? വേറെ എക്സാമ്പിൾ നോക്കാം. 10 ഒരു നമ്പർ 10 - 8 ചെയ്തു. 10 - 8ൻ്റെ വാല്യൂ എന്താണ്? 2. തിരിച്ച് 8 - 10 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? -2 ആണ് കിട്ടുന്നത്. ഈക്വൽ ആണോ? അല്ല. ഇനി വേറെ എല്ലാത്തിൻ്റെ ആൻസർ 2 ആണ് വരുന്നത് അല്ലേ? നമുക്ക് 2 അല്ലാത്തൊരു ആൻസർ നോക്കാം. 6 - 3 ആൻസർ എന്താണ്? 3. 3 - 6 ആൻസർ എന്താ വരുന്നത്? -3 ആണ് വരുന്നത് അല്ലേ? ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ 0 വെച്ച് ചെയ്യുകയാണെങ്കിൽ 6 - 0. 0 ഒരു വോൾ നമ്പർ ആണല്ലോ. 6 - 0 is 6. പക്ഷേ 0 - 6 6 ആണോ? അല്ല, -6 ആണ്. ഇവിടെയും എന്തല്ല? ഈക്വൽ അല്ല. സോ നമുക്ക് ജനറലി പറയാം സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ അല്ലേ? ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 1 × 2 നമുക്കറിയാം 2 ആണ്. 2 × 1 അതും 2 ആണ്. വേറെ എക്സാമ്പിൾ നോക്കാം. 5 × 3 വാല്യൂ എന്താണ്? 15. അങ്ങനെയാണെങ്കിൽ 3 × 5 ഇറ്റ്സ് ഓൾസോ 15. ഓക്കെ അല്ലേ? ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. 2 × 0 is 0. then 0 × 2 is also 0. അതും ഓക്കെ അല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 7 × 2 is equal to 14 and 2 × 7 is also equal to 14. സോ നമുക്ക് ജനറലി നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, സെറ്റല്ലേ? ഈ നെക്സ്റ്റ് ഒന്നുകൂടി ഉണ്ടെന്ത്? ഡിവിഷൻ. ഡിവിഷൻ്റെ കേസിൽ നോക്കാം. 10/5 വാല്യൂ എന്താണ്? 2 ആണ്. അങ്ങനെയെങ്കിൽ 5/10 വാല്യൂ എന്താണ്? 0.5 ആണ്. ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പറയാം ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിലോ 20/2. 20/2 നമുക്ക് വീണ്ടും എന്ത് പറയാൻ പറ്റും? 20/2 ഈസ് 10. ഓക്കെ അല്ലേ? ഇനി 2/20. 2/20 ശരിക്കും എന്താണ്? 1/10 ആണ്. 1/10 10 ഈക്വൽ ആണോ? അല്ല. ഇനി വേറെ എക്സാമ്പിൾ എന്താ പറയണ്ടേ? വേറെ എക്സാമ്പിൾ 5/3. 5/3ൻ്റെ വാല്യൂ ചെയ്ത് നോക്കി. എത്രയാണ് നമുക്ക് കിട്ടുക? 5/3 133. 5/3 5 - 3 is 2. അപ്പോൾ 20 നമ്മൾ ഇറക്കിയത് 20ൽ എങ്ങനെ പോവും? 6 3s 18. അപ്പോൾ ഒരു 1.6 സംതിങ് കിട്ടും. നമുക്കൊരു 1.6 സംതിങ് നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എഴുതാം. ഓക്കെ അല്ലേ? 3/5ൻ്റെ വാല്യൂ 3/5 ചെയ്താൽ 5ൽ 3 പോവോ? ഇല്ല. ഓൾറെഡി പോയിൻ്റ് വന്നു. 0 ഇറക്കിയത് 6 × 5 is 30.6 ആണ് വാല്യൂ വരുന്നത്. രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പം നമുക്ക് പറയാം എന്ത് പറയാം? ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സെറ്റല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ വോൾ നമ്പേഴ്സിൻ്റെ കേസിലാണ് ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്തത്. ഇനി വോൾ നമ്പേഴ്സ് അല്ലാതെ നെക്സ്റ്റ് ഇൻറ്റിജേഴ്സിൻ്റെ കേസ് നോക്കാം. ഇൻറ്റിജേഴ്സിൻ്റെ കേസ് നോക്കി. 2 നമ്പേഴ്സ് നമുക്ക് ഇൻറ്റിജേഴ്സിനെ കണക്കാക്കാം. 2ഉം -2 എടുത്ത് നോക്കാം. അല്ല, -2 ആണെങ്കിൽ ഒരേ നമ്പർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, 2ഉം -3ഉം ആഡ് ചെയ്ത് നോക്കിയേ. 2 + -3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 - 3ൻ്റെ വാല്യൂ എത്രയാണ്? -1. ഓക്കെ, ഇനി തിരിച്ച് -3 തിരിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3 + 2ൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. ഓക്കെ ആണോ? വേറെ എക്സാമ്പിൾ, വേറെ കളർ മാറ്റല്ലേ. 5ഉം -3ഉം നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണ്. 5 + -3 നമുക്ക് 5 - 3 എന്ന് എഴുതാം. ആൻസർ എന്താണ്? 2. ഇനി -3 + 5 വാല്യൂ എന്താണ്? 2 തന്നെയാണ്. ഈക്വൽ അല്ലേ? ഇനി വേറെ നമ്പർ, നെഗറ്റീവ് അല്ലാത്ത നമ്പർ വേണം. നെഗറ്റീവും കൂടി ഇൻറ്റിജേഴ്സ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മറ്റേ നമ്മൾ വോൾ നമ്പേഴ്സിലൊക്കെ പറഞ്ഞല്ലോ.
നമുക്ക് നെഗറ്റീവ്, ഇനി രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കാം. -2ഉം -3യും എടുക്കാം. രണ്ടൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. -2 + -3 എന്ത് വരും? -2 -3 = -5. ഓക്കെ അല്ലേ? ഇനി തിരിച്ച് ചെയ്ത് നോക്കിയേ. -3 + -2 നമുക്ക് എങ്ങനെ എഴുതാം? -3 -2 ഓൾസോ =-5. രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾ വേണോ? ഒരു എക്സാമ്പിളോട് വെച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ആക്കാം. നമുക്ക് 0 വെച്ചിട്ട് ചെയ്യാം. 0 + -2 വാല്യൂ എന്താണ്? -2. -2 + 0 is also =-2. So, in integers, addition is commutative. സെറ്റ് അല്ലേ? അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇൻറ്റിജേഴ്സ് എടുത്തേ. അല്ല, സബ്സ്ട്രാക്ഷൻ എടുക്കാം. സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ ഇൻറ്റിജേഴ്സ് ഒരു -2ഉം -5ഉം എടുത്തു. ഇത് രണ്ടിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. -2 - -5 = -, പ്ലസ് ആവും. -2 + 5 = 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി തിരിച്ച് ചെയ്താൽ -5 - -2 = -5 + 2 = -3. രണ്ടും ഈക്വലാണോ? ഒന്ന് -3യും ഒന്ന് +3യും ആണ് കിട്ടിയത്. അപ്പോൾ തന്നെ നമുക്ക് പറയാം സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഇൻ ഇൻറ്റിജേഴ്സ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ എന്താ വേണ്ടത്? 6ഉം -3യും എടുക്കാം. 6 - -3 എടുത്തു കഴിഞ്ഞാൽ 6 + 3 = 9 അല്ലേ? ഇനി തിരിച്ച് -3 - 6 = -9 ആണ്. അപ്പോൾ ഇവിടെ ഈക്വലാണോ? ഒന്ന് -9 ആണ്, ഒന്ന് +9 ആണ്. അപ്പോൾ അത് ഈക്വൽ അല്ല. സോ സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് നമ്പേഴ്സ്. അപ്പോൾ -2 × -1 ചെയ്താൽ നമുക്ക് 2 കിട്ടും. അതുപോലെ -1 × -2 ചെയ്താൽ നമുക്ക് 2 തന്നെ കിട്ടും. രണ്ടും ഈക്വൽ അല്ലേ? അതുപോലെ -3 × -5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15. -5 × -3 ചെയ്താൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 15 തന്നെയാണ് കിട്ടുക. അവിടെയും രണ്ട് ഈക്വലാണ്. ഇനി 3 × -2 ചെയ്താൽ നമുക്ക് -6 കിട്ടും. -2 × 3 ചെയ്താലോ അപ്പോഴും നമുക്ക് -6 കിട്ടും. ഇവിടെയൊക്കെ ഈക്വൽ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഡിവിഷൻ നോക്കാം. ഡിവിഷൻ്റെ കേസിൽ സെയിം ഒക്കെ സിമിലർ ആണ് കേട്ടോ. അപ്പോൾ ഇൻറ്റിജേഴ്സിൽ ഡിവിഷന് കൂടെ നോക്കാം. ഇൻറ്റിജേഴ്സ് ഡിവിഷനിൽ അങ്ങ് നോക്കാം. നമ്മൾ രണ്ട് നമ്പേഴ്സ് 6ഉം -2 എടുക്കാം. ഓക്കെ. അപ്പോൾ 6/-2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 6/-2 ഈസ് -3. സെറ്റല്ലേ? തിരിച്ച് -2/6 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? -1/3 എന്നാണ് കിട്ടുക. ഈ -1/3യും -3യും ഈക്വലാണോ? അല്ല. അപ്പോൾ നമുക്ക് അവിടെ തന്നെ പറയാം ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതുപോലെ 5ഉം 10ഉം നോക്കാം. 5ഉം 10ഉം ഇൻറ്റിജേഴ്സ് അല്ലേ? അതെ. 5/10ൻ്റെ വാല്യൂ എന്താ കിട്ടുക നമുക്ക്? 5/10ൻ്റെ വാല്യൂ നമുക്ക് ഒന്നുകൂടെ വെട്ടി കുറയ്ക്കുകയാണെങ്കിൽ 1/2 എന്ന് എഴുതാം. 5/10 ഈസ് 1/2. അതുപോലെ തന്നെ 10/5 നമുക്ക് 1/2 തന്നെ കിട്ടില്ല. 10/5ൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2ഉം 1/2 ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ്. -2/-4 വാല്യൂ എന്താ വരിക? 2/4 എന്ന് വരും അല്ലേ? കാരണം മൈനസും ക്യാൻസൽ ആയി. 2/4ൻ്റെ വാല്യൂ എന്താണ്? എഗെയിൻ 1/2 ആണല്ലേ? ഇത് തിരിച്ച് ചെയ്താലോ? -4/-2 നമുക്ക് =4/2 എന്ന് എഴുതാം. മൈനസും ക്യാൻസൽ ആയി. 4/2ൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2ഉം 1/2 ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമുക്ക് പറയാം ഇൻ ഇൻറ്റിജേഴ്സ് ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ആകെ എന്ത് മാത്രമേ ഏതൊക്കെയാണ് കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ളത്? അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡിവിഷനും സബ്സ്ട്രാക്ഷനും ഇൻറ്റിജേഴ്സിൻ്റെ കേസിലും
വോൾ നമ്പേഴ്സിൻ്റെ കേസിലും ഇനി റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ ചെക്ക് ചെയ്താൽ ഓൾറെഡി ഈ ഇൻഡിജേഴ്സും വോൾ നമ്പേഴ്സും ഒക്കെ എന്താണ് റാഷണൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ സെയിം പ്രോപ്പർട്ടി അല്ലേ റാഷണൽ നമ്പേഴ്സിലും വരുള്ളൂ. അപ്പോൾ ജനറലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നുള്ള പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ അവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ളൂ. അത്ര മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. ഇനി ചെറിയ ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് നോക്കിയേ, അപ്പോൾ ഇൻഡിജേഴ്സിൻ്റെ കേസിൽ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ അല്ലേ? ഇനി ജസ്റ്റ് റാഷണൽ നമ്പേഴ്സ് കൊണ്ട് നോക്കിക്കേ. റാഷണൽ നമ്പേഴ്സ് നമുക്ക് P/Q എന്നുള്ള ഫോമിൽ കുറച്ച് എക്സാമ്പിൾ നോക്കാം. റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ 1/2 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, 1/2 പ്ലസ് 3/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 3/2 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പോൾ 4/2 എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് 3/2 നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, 3/2 പ്ലസ് 1/2 ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് 3 പ്ലസ് 1/2 ഈക്വൽ ടു 4/2 ഈക്വൽ ടു എന്താണ്? 2. രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ അഡീഷൻ്റെ കേസ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ നോക്കാം. സബ്സ്ട്രാക്ഷൻ്റെ കേസിൽ 5/2 മൈനസ് 3/2 ചെയ്ത് നോക്കിയേ, എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അപ്പോൾ 5 മൈനസ് 3/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2/2 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ഇത് നമ്മൾ തിരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3/2 മൈനസ് 5/2 ഈക്വൽ ടു 2 സെയിം ആണ്. 3 മൈനസ് 5, 3 മൈനസ് 5ൻ്റെ വാല്യൂ എന്താണ്? -2/2 ഈക്വൽ ടു -1. -1ഉം +1ഉം ഈക്വൽ ആണോ? അല്ല. സോ സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഒരു എക്സാമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് ആലോചിച്ച് നോക്കിയേ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ രണ്ട് നമ്പേഴ്സ് 1/2 ഇൻറ്റു 2/3, 1/2 ഇൻറ്റു 2/3, 2 ക്യാൻസൽ, ആൻസർ എന്താണ്? 1/3. ഇനി തിരിച്ച് 2/3 ഇൻറ്റു 1/2, അവിടെയും 2 ക്യാൻസലാണ്, ഈക്വൽ ടു എന്താണ്? 1/3. ഒരു മിനിറ്റ്, 2 ക്യാൻസൽ ചെയ്തു, 1/3. അപ്പോൾ 1/3 ഈക്വൽ അല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കൊരു വേറെ കളറിൽ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആവണ്ട. സെയിം മെത്തേഡ് ആയതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ഒക്കെ സെയിം തന്നെയാണ്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2/3 ഇൻറ്റു സിമ്പിളായിട്ട് വേണമെങ്കിൽ 5/2 ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോലെ 2/3 ഇൻറ്റു 5/2 ഈക്വൽ ടു 2 ക്യാൻസൽ 5/3 എന്ന് കിട്ടും. തിരിച്ച് 5/2 ഇൻറ്റു 2/3, 2 ക്യാൻസൽ ഈക്വൽ ടു 5/3, രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഡിവിഷനും കൂടെ പറയാനുണ്ടല്ലേ. അപ്പോൾ ഡിവിഷൻ്റെ കേസിൽ നമുക്ക് ഡിവിഷൻ്റെ കേസ് പറയാം. 5/2 ഡിവൈഡഡ് ബൈ 2/3 എങ്ങനെ ചെയ്യാം? എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു 5/2 ഡിവൈഡഡ് ബൈ 2/3. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഈക്വൽ ടു 5/2 ഇൻറ്റു 3/2. ഓക്കെ അല്ലേ? 5/2 ടു 3/2 എങ്ങനെ ചെയ്യുക? 3 ഇൻറ്റു 5 15/4. ആൻസർ എന്താണിത്? 15/4 ആണ് കിട്ടിയത്. ഇനി നമ്മളിത് തിരിച്ച് ചെയ്താലോ? തിരിച്ച് എങ്ങനെ ചെയ്യാം? 2/3/5/2 ഈക്വൽ ടു 2/3 ഇൻറ്റു റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, 2/5 ഈക്വൽ ടു ഒരു മിനിറ്റ്, ക്യാൻസൽ ചെയ്ത് പോയില്ലല്ലോ, ഇനി വെറുതെ വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഈക്വൽ ടു 4/15. ഒന്ന് 15/4ഉം മറ്റേത് 4/15 ആണ് വന്നത് അല്ലേ? ഈക്വൽ ആണോ? ഒന്ന് 15/4, 15/4 4/15 ഈക്വൽ ആണോ? അല്ല. സോ ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നമുക്ക് രണ്ട് നമ്പേഴ്സ് 1/2/3/2 ചെക്ക് ചെയ്ത് നോക്കിയാലോ? നമുക്ക് വേറെ കളറുകൾ യൂസ് ചെയ്യാം. അപ്പോൾ 1/2/3/2 ഈക്വൽ ടു
1/2 ഇൻറ്റു 2/3 അല്ലേ, ഈക്വൽ ടു 2 ക്യാൻസൽ ചെയ്യും. ആൻസർ ഈസ് 1/3. ഇനി നമ്മളിത് തിരിച്ച് ചെയ്യുകയാണെങ്കിലോ 3/2/1/2 ഈക്വൽ ടു 3/2 ഇൻറ്റു 2/1 ഈക്വൽ ടു 2 ഇൻറ്റു 3 6/2. 6/2ൻ്റെ വാല്യൂ 3 ആണ്. ഒന്നിൻ്റെ വാല്യൂ നമുക്ക് 3 കിട്ടി, ഒന്നിൻ്റെ വാല്യൂ 1/3 കിട്ടി. ഈക്വൽ ആണോ? അപ്പോൾ നമുക്കറിയാം ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ ജനറലി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ വോൾ നമ്പർ ആയാലും നാച്ചുറൽ നമ്പർ ആയാലും ഇൻറ്റിജേഴ്സ് ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് ഓപ്പറേഷൻ മാത്രമേ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ളൂ. അത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനുമാണ്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡിവിഷനും സബ്സ്ട്രാക്ഷനും നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അത്രേ ഓർത്ത് വയ്ക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റുമല്ലോ. നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സിൻ്റെ കീഴിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ ജനറലായിട്ട് നമ്മൾ മൊത്തത്തിൽ എങ്ങനെ എഴുതാം? റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. സബ്സ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. യെസ്, ടിക്കഡ് ആണ്. ഡിവിഷൻ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ അല്ലേ? ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, സബ്സ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഹോൾ നമ്പേഴ്സിൻ്റെ കേസിലോ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിലോ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്ര മാത്രമേ ഓർക്കേണ്ടതുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി അസോസിയേറ്റിവിറ്റിയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ?